ഞങ്ങളെ നമ്മള് ഡൽഹിക്ക് എത്തിട്ടോ. ഡൽഹി നിസാമുദ്ദീൻ സ്റ്റേഷനിലെത്തി. നമുക്ക് ഇവിടുന്ന് ജമ്മു വഴി ഉധംപൂർ ശ്രീനഗർ ഭാഗത്തേക്ക് എത്തണം. ശ്രീനഗർക്കാണ് നമുക്ക് കറക്റ്റ് എത്തേണ്ടത്. ജമ്മു ഉധംപൂർ ട്രെയിനിൽ കയറണം. അതൊക്കെയാണ് ആൾക്കാർ മൊത്തം ഇറങ്ങി. വണ്ടി കാലിയായി. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് കൗണ്ടറിൽ പോയി അന്വേഷിക്കണം ട്രെയിൻ എങ്ങനെ, ഇവിടുന്ന് ട്രെയിൻ ഉണ്ടോയെന്നൊക്കെ. ഉണ്ടല്ലേ? യാത്രക്കാർ ഇഷ്ടം പോലെ കേട്ടോ. ഒരു 2 ദിവസത്തെ യാത്ര പറയാക്കണല്ലേ. ചങ്ങളപ്പോഴേ നമുക്ക് 8 മണിക്കാണ് ട്രെയിനുള്ളത്, ജമ്മു താവി ട്രെയിനുള്ളത്. അപ്പോൾ ഇവിടെ നിന്നല്ല ഡൽഹി സ്റ്റേഷനാണ്. ഇതിപ്പോൾ നിസാമുദ്ദീൻ സ്റ്റേഷനാണല്ലോ, ഇപ്പോൾ ഡൽഹി സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുന്ന് മെട്രോ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ, ഡൽഹി സ്റ്റേഷനിലേക്ക്. അപ്പോൾ അങ്ങോട്ട് പോയോണ്ടിരിക്കാം. റെയിൽവേ മെട്രോ സ്റ്റേഷൻ തപ്പി പിടിച്ചു കൊടുക്കുക. ചങ്കളെ അപ്പോൾ ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കയറുന്നത് കേട്ടോ. നമ്മളെ ഡൽഹിയിലുള്ള ഒരു തട്ടുകടയ്ക്ക്. ആ കണ്ട തുലാസ് ഉണ്ടല്ലേ ആള്, ആ തുലാസിൽ അളന്നിട്ടാണ് കേട്ടോ തരിക ചോറ്. 1/2 കിലോന് പിന്നെ 100 റുപ്യ, 1 കിലോന് 200 റുപ്യ, അങ്ങനെ ഉണ്ടോ. അപ്പോൾ കഴിച്ചു നോക്കാം. ചിക്കനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. എൻ്റെ അവസ്ഥ അറിയില്ല, നോക്കി നോക്കാം. കഴിക്കാൻ പേടിയുണ്ട്, പക്ഷേ വേറെ നിവർത്തിയില്ല. സ്ട്രീറ്റ് ഫുഡ് ആയതുകൊണ്ട്. എൻ്റെ ബാക്ക് കഴിക്കണ കുട്ടിയാണ് അയാൾ. അവള് പൈസ ചോദിച്ചു വന്നു കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാന് പൈസ കൊടുക്കാനൊരു സുഖമല്ല. അപ്പോൾ ഞാൻ ഫുഡ് വേണമെന്ന് വെച്ചു. ഇപ്പോൾ ആയിക്കോട്ടെ തന്നെ. അപ്പോൾ ഒക്കെ 1/2 കിലോ ഒക്കെ ഒരു ഫുഡ് വാങ്ങി കൊടുക്കുക. അപ്പം വീഡിയോ എടുക്കാൻ കാരണം ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങളെ ഒക്കെ ഒരു ഫുഡ് വാങ്ങി കൊടുത്ത് അത് ഞാൻ വീഡിയോ എടുക്കാൻ ചെറുതായിട്ട് വീഡിയോ എടുക്കാൻ കാരണം എന്താ അറിയോ, വിശപ്പിൻ്റെ വില ആരെങ്കാട്ടിൽ ഞങ്ങൾക്ക് 3 ആൾക്കും അറിയാം. എന്താണെന്നല്ല, ഞങ്ങൾ യാത്രയിൽ തന്നെ അനുഭവിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തുന്നുള്ളൂ. പിന്നെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മെട്രോ കയറാൻ പോകട്ടോ. ബാക്കി കാര്യം